പാഠം 1031. ഒരു രഹസ്യാന്വേഷണ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണൻ സാറാണ്. മനസ്സിലായേ? അതെ, ഇപ്പോഴോ? ഞാൻ വീട്ടിലാ. 42 ഞാൻ ഇവിടെ നടക്കാം. അതെയോ? അപ്പൊ പിന്നെന്താ ചെയ്യുക? വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാൻ നേരത്തെ ഇറങ്ങാം. എവിടെ കാണും? ആ ശരി, ഞാൻ കൃത്യം 8:30 അവിടെ തന്നെ നിന്നാ മതി. ആ ശരി ശരി. വാമേ, എനിക്കിത് കുറച്ച് നേരത്തെ പോണം. നീ വേഗം ഷർട്ട് മുടക്ക് തേച്ചു പോയി. ഹലോ, 8 മണി പോലും ആയിട്ടില്ല. എനിക്ക് കൃത്യം 8:15 ഇറങ്ങണം. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് നീ ഷർട്ട് മുടക്ക് തേച്ചു നോക്കി. കഴിക്കാനുള്ളത് റെഡി ആയിട്ടില്ല. സാരമില്ല, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. അപ്പൊ ഉച്ചയൂണോ? അത് റെഡി ആയിട്ടില്ലെന്ന്. അതൊന്നും സാരമില്ല. ഇന്നൊരു ദിവസം ഊണ് കഴിച്ചില്ലെന്ന് കരുതി ആകാശം ഇടിച്ചു വിടാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ ഉച്ചയൂണ് കഴിക്കണ്ടെന്ന് വിചാരിക്കാൻ മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത്? എന്തെത്ര തിരക്ക്? എനിക്ക് ഒരു സ്ഥലം വരെ പോണം. അതെനിക്ക് മനസ്സിലായി. ഇത്ര ധൃതി പിടിച്ചെവിടെയാ പോണെന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഈ വിശ്വനാഥൻ സാറിന്റെ സ്ഥലം അടക്കം പോണം. ഇവിടെ വിശ്വനാഥ സാറ് വിളിച്ചത് ഇന്ന് ഞാൻ അടക്കണമെന്ന്. ഏത് വിശ്വനാഥ സാറാ? ഈ ട്രഷറിയിലെ വിശ്വനാഥ സാറാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ട്രഷറിയിലെ വിശ്വനാഥ സാറിന്റെ സ്ഥലം കഴിഞ്ഞ മാസം വിറ്റുപോയതല്ലേ? ഞാനല്ലേ എഗ്രിമെന്റ് റെഡിയാക്കി കൊടുത്തത്. ഇനിയിപ്പോ ഏത് ഭൂമി ആൾക്കാരുള്ളത്? നീ ഇപ്പൊ ആരെ പേരാ പറഞ്ഞത്? വിശ്വനാഥ സാറിന്. വിശ്വനാഥനല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വിശ്വംഭരൻ സാറിനാണ്. ഈ മുനിസിപ്പൽ ഓഫീസിലെ വിശ്വംഭരൻ സാർ അല്ല. മോഹനേട്ടൻ പറഞ്ഞു വിശ്വനാഥ സാർ തന്നെയാ പറഞ്ഞത്. ഞാൻ കേട്ടതാ. ഇപ്പൊ അതാണ് പ്രശ്നമായി പോയത്. ഞാൻ കുളിക്കാൻ പോവാ. കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഷർട്ട് മുടക്ക് തേച്ച് വെക്ക്. അത് കഴിഞ്ഞിട്ട് അടുക്കള ജോലി ചെയ്താൽ മതി. ഇവിടെ ആകെ മൊത്തം ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്തായിരിക്കും? വക്കീലേ, നമസ്കാരം. നമസ്കാരം. പിന്നെ ആ പുഷ്പാങ്കദന്റെ കേസിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവ സ്ഥലത്തില്ലാത്തത് കൊണ്ട് വക്കീലിന്റെ അടുത്ത് ഞാൻ വന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ ഉത്തമ. കക്ഷിയോ കക്ഷിയുടെ ആളുകളോ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ മറന്നുപോയി എത്ര കേസിന്റെ കാര്യം ഉത്തമൻ അറിയാം. അങ്ങനെയല്ല വക്കീലേ, കേസ് വക്കീൽ ഏറ്റെന്ന് കരുതി പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ഞാനായിട്ട് കൊണ്ടുവന്നതാണല്ലോ ഈ പുഷ്പാങ്കദന്റെ കേസ്. മനസ്സിലായി. ഈ അവധിക്കും ഫീസ് തരാൻ കാണില്ല. അതിനുള്ള നമ്പറല്ലേ ഇതെല്ലാം. ഇത്തരം വേഷക്കെട്ടലുകള് എന്തോരം കണ്ടിട്ടുണ്ട് ഞാൻ. ഒരാളെന്തോ അന്തം വിട്ട അഭ്യാസവുമായിട്ട് ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിക്കരുത്. മനസ്സിലായല്ലോ? ഒരു മിനിറ്റ്. ശരി. ഹലോ 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 ഹലോ, ഫോൺ വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നോ? ഹലോ, എന്തൊരു സൂക്കടാണ് നോക്കണേ. ഹലോ ഹലോ ഹലോ, ഇതെന്തോ ഒരു ചുറ്റിക്കളിയാണല്ലോ. ഉത്തമനിപ്പോ എങ്ങോട്ടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 12 മണിയാവുമ്പോ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോണം. അപ്പോ ഉത്തമൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താണ് നോക്കിയില്ലേ? മോഹനേട്ടന് കുറച്ചു മുന്നേ ഒരു ഫോൺ വന്നു. അത് വന്നതും ആളുടെ മട്ടങ്ങ് മാറി.
എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് സ്ഥലം വിടാൻ തുടങ്ങിയപ്പോ ഉം. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഉം. എന്തായാലും എന്നെ ഒളിച്ചിട്ടുള്ള എന്തോ പരിപാടിയാന്ന് എനിക്ക് മനസ്സിലായി. ഉം. ഇപ്പൊ രണ്ടാമത് വന്ന ഒരു ഫോൺ. എന്റെ ശബ്ദം കേട്ടപ്പോ ആള് മിണ്ടാതിരിക്കുന്നു. മോഹനേട്ടന് രാവിലെ ആരെയോ കാണാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അത് ഞാൻ അറിയാൻ പാടില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിപ്പോ വക്കീലെ ഞാൻ മോഹനേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങും മുതൽ ഉത്തമനും മോഹനേട്ടനെ ശ്രദ്ധിക്കണം. വഴി വെച്ച് ആരെ കണ്ട് സംസാരിച്ചാൽ അപ്പ എന്നെ വിളിച്ച് പറയണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഉത്തമനെ മോഹനേട്ടൻ കാണരുത്. എന്നെ വിളിച്ചിട്ടുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതിപ്പോ അനുസരിക്കാതിരിക്കാനൊന്നും വൃത്തിയില്ല. റെഡിയായോ? ഇത് എങ്ങോട്ടായി മരണപ്പാച്ചില്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ ഇറങ്ങുന്നു. സത്യഭാമയെ ഒരു മണ്ടിയാക്കല്ലേ മോഹനേട്ടാ. മോഹനേട്ടൻ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. ഹലോ. അല്ല വക്കീല, ഞാനാണേ. ആ, എന്താ ഉത്തമ? മോഹനേട്ടൻ സാർ വരുന്നുണ്ട്. ആ, വേറെ ആരെയും കാണുന്നില്ല. ആ വക്കീലേ, നമ്മുടെ തേക്കിൻകാട്ടിലെ വിജയൻ ചേട്ടൻ അവിടെ നിപ്പുണ്ട്. ആ വക്കീലേ. ആ പറ. ആ അവര് തമ്മിൽ കണ്ട് അതാ വർത്താനം പറയുന്നുണ്ട്. എനിക്ക് തോന്നണതേ വിജയൻ ചേട്ടൻ സാറിനെ കാത്ത് നിന്നതായിരിക്കും ഇവിടെ. രണ്ടുപേരും തമ്മിൽ ഭയങ്കര വർത്താനം. ആ ആ ആ ആ സംസാരം കഴിഞ്ഞു. സാരദ നടന്നു തുടങ്ങി. വക്കീലേ, വിജയൻ ചേട്ടൻ വിളിച്ചിട്ടായിരിക്കോ സാറ് വന്നത്? വേറെ ആരോടെങ്കിലും മോഹനോട് സംസാരിക്കുന്നുണ്ടോന്ന് നോക്ക്. ഓ ശരി 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 ശരി. ആ ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും വിജയൻ ചേട്ടന്റെ കേസ് നീ വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാളൊരു തരികളെ. മോഹനേട്ടനെ കണ്ട് സമ്മതിപ്പിച്ചോളാം വിജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എങ്ങനെങ്കിലും ഒരു കേസ് കിട്ടും, അത് മുടക്കാൻ വലിയ മിടുക്ക. എന്നൊരു കേസ് പിടിച്ചു തരാനോ മോഹനേട്ടനോട്ട് പറ്റൂല. എന്നെങ്കിലും ഒരു കേസ് പിടിച്ചു തന്നിട്ട് ഈ വലിയ വർത്താനം പറഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു. വിജയൻ ചേട്ടന്റെ കേസ് വാദിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല. ഞാൻ അറിയാതെ വിജയൻ ചേട്ടന്റെ കേസ് തീർക്കാന്നായിരിക്കൂല്ലേ മോഹനേട്ടന്റെ പരിപാടി. അതായിരുന്നു ഇത്ര രഹസ്യം. ഇങ്ങോട്ട് വരട്ടെ, ശരിയായി കൊടുക്കാം. ദിവാകരനുമായിട്ട് സാറിന് എന്തോ ഇടപാട്? വക്കീല് ഞാനാണേ. ആ എന്താ ഉത്തമ? ടൗണിലെ ബേക്കറി കട നടത്തുന്ന ദിവാകരനും സാറുമായിട്ട് ഇതാ ഇവിടെ വർത്താനം പറയുന്നുണ്ട്.
എന്തോ ഭയങ്കര ഗൗരവത്തിലുള്ള സംസാരമാണ്. ദിവാകരനായിരിക്കോ വക്കീലെ സാറിനെ കാത്തു നിന്നത്? ഏയ്, ദിവാകരനും മോഹനേട്ടൻ തമ്മിൽ എന്താ ഇടപാട്? ആ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഓ ഓ, ഓ. ഇതൊന്നും അല്ല ഉത്തമ. ഞാൻ അറിഞ്ഞാൽ കുഴപ്പമാവുന്ന എന്തോ കാര്യമാ. എന്തായാലും ഉത്തമൻ കുറച്ചു നേരം കൂടെ ഒന്ന് ശ്രദ്ധിക്കേ. വേറെ ആരോ വരാനുണ്ട്. ഓ ഓ ഓ ശരി വക്കീലെ. ഓ ആ വക്കീലേ, മോഹനേട്ടൻ സാർ പിന്നെയും നടന്നു കേട്ടാ. ഉത്തമ പുറകെ വിട്ടോ. മോഹനേട്ടൻ ആരെ കണ്ടാലും അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഓ ശരി 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 ഓക്കെ. വിജയൻ ചേട്ടനെ കാണാൻ തന്നെയായിരിക്കും പോയത്. എങ്കിലിന്ന് രണ്ടിലൊന്ന് സാർ അറിയും. അമ്പോ, സ്വയംപ്രഭ സാറാ. സ്വയംപ്രഭ സാറെന്ത് ഇവിടെ? ഇവരെന്താണ് വഴിയിൽ നിന്ന് സംസാരിക്കുന്നത്? ഒരേ ആപ്പീസിലോട്ടല്ലേ ഇവര് പോകുന്നത്? ഹലോ വക്കീലെ, സ്വയംപ്രഭ സാറ്. ഏ, സ്വയംപ്രഭയോ? ആ അതേന്ന് മോഹനേട് സാറ് സ്വയംപ്രഭ സാറും കൂടെ വഴിയിൽ നിന്ന് കുനുകുനുകുനുകുനാ സംസാരിക്കുന്നു. അല്ല, അവരെന്തിനാണ് ഇപ്പൊ വഴി നിന്ന് സംസാരിക്കുന്നത്? ആഫീസിൽ വെച്ച് സംസാരിച്ചൂടെ? ആഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത വല്ലതും ആണെങ്കിലോ? അല്ലെങ്കിൽ തന്നെ ഇത്രയും നേരത്തെ പ്രൊഫസർ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതും മോഹനേട് സാർ ഇറങ്ങിയ നേരത്ത് തന്നെ. എന്റെ പൊന്നെ വക്കീലേ, എന്താ? എഴുത്ത് എഴുത്ത് എന്ത്? മോഹനേട് സാറ് പ്രൊഫസറിന് എഴുത്തു കൊടുത്തു. എഴുത്തോ? ഓ, സാറിന്റെ ബാഗിൽ നിന്ന് ഒരു എഴുത്തെടുത്ത് പ്രൊഫസറിന്റെ കയ്യിൽ കൊടുത്തു. പ്രൊഫസർ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട്. മോഹനേട് സാർ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നു. വക്കീലേ, സാറ് നേരത്തെ ഇറങ്ങിയതേ ഇതിനു വേണ്ടി തന്നെയാണ്. ആ വക്കീലേ, സാറ് നടന്നു പോകുന്നു. ദോ പ്രൊഫസർ എഴുത്ത് വായിച്ചോണ്ട് നിൽക്കുകയാണ്. മോനേട്ടാ, ഇതെന്താ എഴുത്തോ? ഒന്നുമില്ല, നീ പോയി ചായ എടുക്ക. ചായ ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായയുടെ കുടിച്ചാൽ ചത്തൊന്നുമില്ലല്ലോ. നീ പോയി ഒരു ചായ എടുക്ക. എന്നെ വിളിച്ചപ്പോ ഒരുപാട് വിലത്തരങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ വില്ലേജ് ഓഫീസർ. ശരിയാ കൊടുക്കാം. മണി 10 ശിശുപാലൻ ചേട്ടാ. സ്വയംപ്രഭ വരുന്ന സമയം കഴിഞ്ഞല്ലോ. ഇതെന്ത് പറ്റി? മോഹനേട് സാർ പ്രൊഫസറിനെ കണ്ടല്ലേ സംഗതി പ്രശ്നമാവും. കാഞ്ചന സാറേ, പ്രൊഫസറിനെ ഒന്ന് വിളിച്ചു നോക്കൂ. വിളിച്ചു നോക്കി,
ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ചിലപ്പോ വണ്ടി ഓടിക്കായിരിക്കും. നമസ്കാരം സർ. നമസ്കാരം. പുരുഷോത്തമൻ സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഓ സർ, സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ശരി. ഇതെന്താ ശിശുപാലൻ ചേട്ടാ ഇങ്ങനെ? പ്രഭ എവിടെയെന്ന് പോലും ചോദിച്ചില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നത്. സാറിന് ഇതെന്ത് പറ്റി? എന്താ ഒരു ക്ഷീണം? ഉച്ചക്കൊന്നും കഴിച്ചില്ലേ? ഒരു ദിവസം ഉച്ച കഴിച്ചില്ലെങ്കിലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. രാവിലെ നേരത്തെ പോയത് എന്തിനായിരുന്നു പറഞ്ഞത്? രാവിലെ പറഞ്ഞാണല്ലോ. രാവിലെ പറഞ്ഞ പേരങ്ങ് മറന്നുപോയോ? ആദ്യം വിശ്വനാഥ് സാറെന്ന് പറഞ്ഞു, പിന്നെ വിശ്വംഭര സാറെന്നു. എന്നിട്ട് വിശ്വംഭര സാറിനെ കണ്ടോ? ഏതാ പോലീസുകാരെ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത്? മോഹനേട്ടൻ വിശ്വംഭര സാറിനെ കണ്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പകരം കണ്ടത് ആരെയാണെന്നും ഞാൻ അറിഞ്ഞു. ഹലോ. നമസ്കാരം വക്കീലെ, ഞാൻ സ്വയംപ്രഭയാ. സാർ എത്തിയോ? ഓ, ഇക്കാര്യം എന്നോടാണോ ചോദിക്കുന്നത്? മോഹനേട്ടൻ രാവിലെ വില്ലേജ് ഓഫീസിലേക്കല്ലേ പോകുന്നത്? ഇത്രയും നേരം അവിടെയായിരുന്നു താനോ? അപ്പൊ പിന്നെ സ്വയംപ്രഭയ്ക്ക് അറിയാതെ വരില്ലല്ലോ. ഞാനിന്ന് ആഫീസിൽ പോയില്ല. ഇപ്പൊ ആഫീസിലേക്ക് വിളിച്ചതേ ഉള്ളൂ, ആരും ഫോൺ എടുത്തില്ല. അപ്പോ സാർ ഇറങ്ങിക്കാണോന്ന് മനസ്സിലായതുകൊണ്ടാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. എന്താ വേണ്ടത്? അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമില്ല. മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ നരേന്ദ്രനെ കാണിക്കാൻ ഒരുപാട് പേര് പറഞ്ഞു. നരേന്ദ്രൻ ഡോക്ടർക്കാണെങ്കിൽ ഭയങ്കര തിരക്കും. എന്റെ പ്രയാസം പറഞ്ഞപ്പോ മോഹനേഷ് സാർ ഒരു എഴുത്തെഴുതി തന്നു. നരേന്ദ്ര ഡോക്ടറും സാറും തമ്മിൽ വലിയ അടുപ്പത്തിലാണല്ലോ. സ്വയംപ്രഭ ഒന്നും പേടിക്കണ്ട. ഈ എഴുത്തുകൊണ്ടുപോയി ഡോക്ടർ നരേന്ദ്രന്റെ കയ്യിൽ കൊടുത്താൽ മതി. സാറെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയം കിട്ടിയില്ല. ഡോക്ടർ നരേന്ദ്രൻ ഭയങ്കര തിരക്കുള്ള ആളല്ലേ. അത് മാത്രമല്ല, ഫോണിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് ഡോക്ടർ നരേന്ദ്രന് ഇഷ്ടമല്ല. എല്ലാ വിവരങ്ങളും ഞാൻ ഈ എഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നതാണ് എന്ന് മാത്രം സ്വയംപ്രഭ പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഡോക്ടർ നോക്കിയോളും. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടല്ലോ. ശരി, സൂക്ഷിച്ചു. എന്തായാലും എഴുത്തുകൊണ്ട് ഫലം ഉണ്ടായി. നാളെ തന്നെ അമ്മയെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. സാറിന്റെ അടുത്ത് ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളാം. അതല്ല സ്വയംപ്രഭ, ഞാൻ ഹലോ ഹലോ. സ്വയംപ്രഭയായിരുന്നു. എന്തിനാണോ നീ ഫോൺ വെച്ചത്? ഒരു അത്യാവശ്യത്തിനല്ലേ സ്വയംപ്രഭ വിളിച്ചത്? അതല്ല, ഡോക്ടറെ കണ്ടു. നാളെ അമ്മയെ കൊണ്ടുചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മോഹനേട്ടൻ സ്വയംപ്രഭയെ കാണാനായിരുന്നു രാവിലെ നേരത്തെ പോയത്? അല്ലല്ലോ, സ്വയംപ്രഭയെ ആഫീസിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വഴിയിൽ വെച്ച് കണ്ടു. അതൊരു കണക്കിന് നന്നായി. സ്വയംപ്രഭയ്ക്ക് നേരത്തെ പോകാൻ പറ്റിയല്ലോ. അപ്പം മോഹനേട്ടൻ രാവിലെ നേരത്തെ പോയത് ആരെ കാണാനാണ്? അല്ല, എന്തായാലും വിശ്വംഭര സാറിനെ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ, ഞാൻ ദിവാകരൻ, ടൗണിൽ ബേക്കറി നടത്തുന്നു. ആ, എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു? എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു സബ് കോടതിയിൽ. ഇതുവരെയുള്ള എന്റെ എല്ലാ കേസും വാദിച്ചിരുന്നത് ശങ്കരൻകുട്ടി വക്കീല. ഇത്തവണ ഈ ശങ്കരൻകുട്ടി വക്കീലിനെ ഏൽപ്പിക്കാനിരിക്കുമ്പോഴാ
മോനിഷ സാറ് വിളിക്കുന്നത്. സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഞാനിന്ന് രാവിലെ സാറിനെ വഴി വെച്ച് കണ്ടു. ഭാമയ്ക്ക് കേസില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾക്ക് ഇഷ്ടംപോലെ കേസുണ്ട്. എന്നാലും ദിവാകരന്റെ കേസ് ഭാമ ഏൽപ്പിക്കണം എന്നാണ് എന്റെ ഒരു താല്പര്യം. സത്യഭാമ വക്കീലിന്റെ കഴിവിൽ വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ കലകലമായി എന്റെ കേസ് വാദിക്കുന്നത് ശങ്കരൻകുട്ടി വക്കീല. പുള്ളിക്കാരനെ മാറ്റുന്നതിലുള്ളൊരു പ്രയാസമേ ഉള്ളൂ. എന്നാലും മോനേഷ സാർ ആദ്യമായിട്ടല്ലേ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് ഞാൻ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഈ കേസ് എന്തായാലും ഞാൻ സത്യഭാമ വക്കീൽ ഏൽപ്പിച്ചോളാം. സന്തോഷം. ഭാര്യയും ഭർത്താവുമ്പോ പരസ്പരം സഹായിക്കണമല്ലോ. വല്ലപ്പോഴും ഒരു കേസ് ഞാനായിട്ട് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾക്ക് എന്ത് തോന്നും? സത്യത്തിൽ ഇത് അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാ. ഞാൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് അറിയുമ്പോ തന്നെ അവൾക്ക് വലിയ സന്തോഷാവും. സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു വക്കീലിനെ പറ്റി ആലോചിക്കുന്ന പോലുമില്ല. കേസിന്റെ കാര്യം സംസാരിക്കാൻ ഞാൻ എപ്പോഴാ വരേണ്ടത്? അല്ല, നാളെ വക്കീൽ ഓഫീസിലേക്ക് വന്നാ മതി. ഓ ശരി വക്കീലേ. ആരാ? ടൗണിൽ ബേക്കർ നടത്തുന്ന ദിവാകരൻ. ഒരു കേസിന്റെ കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്റെ പേര് പറഞ്ഞു. ദിവാകരനെ കാണാനാ ഞാൻ രാവിലെ നേരത്തെ പോയത്. കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. 8:30 കാണണം, അത് കഴിഞ്ഞ സ്ഥലത്തുണ്ടാവില്ല എന്ന് ദിവാകരൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ധൃതി പിടിച്ചു പോയത്. വിജയൻ ചേട്ടന്റെ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് ഞാൻ നിനക്ക് ഒരു സഹായം ചെയ്യാറില്ലെന്ന്. ദിവാകരന്റെ കേസിന്റെ കാര്യം അറിഞ്ഞപ്പോ ആ കേസ് നിനക്ക് പിടിച്ചിടണമെന്ന് തോന്നി. ഇന്നലെ തന്നെ ദിവാകരനെ വിളിച്ചതാ. അപ്പൊ ദിവാകരൻ പറഞ്ഞു ഇന്ന് കാണാം. കേസിന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നിന്നോട് പറയാൻ കരുതിട്ടാ രാവിലെ വിശ്വംഭരൻ സാറാണ് പ്രഭാകരൻ സാർ എന്നൊക്കെ പറഞ്ഞത്. എന്തേ? അതെ, എന്നോട് ഇനിങ്ങനെ കുഞ്ഞു കള്ളം പോലും പറയല്ലേ. ഞാനത് ചിലപ്പോ ഇങ്ങനെ ആലോചിച്ച് വഷളാക്കും. മനസ്സിലായില്ല? നമുക്കൊരു ചായ കുടിക്കാം, എന്നിട്ട് പിന്നെ പറയാം. ചായ കുടിക്കുന്നതിനാ നല്ലൊരു ചായ കുടിക്കാം. ചായ കുടിക്കാം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് ഇതാണ്. ഒരു ചെറിയ കള്ളത്തെ പറഞ്ഞും സങ്കല്പിച്ചും വഷളാക്കി അനാവശ്യമായി മനപ്രയാസം വിളിച്ചു വരുത്തുന്നതിന് തെളിവായി ഈ കഥയെ സമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.